ആത്മാർത്ഥത കുറവ് പോലീസിനുണ്ടെന്ന് ഞാൻ പറയില്ല. നല്ല ആത്മാർത്ഥത സംഘപരിവാറിനോടുണ്ട്. സംഘപരിവാറിനോട് നല്ല ആത്മാർത്ഥത കാണിക്കുന്ന പോലീസ് തന്നെയാണ് പാലക്കാട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, BJP MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആ മാർച്ചിനകത്തെ വകുപ്പുകളാണോ BJP ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ തിരിക്കുന്നത്? BJP ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയിരിക്കുന്ന മാർച്ചിന് ആളൊന്നിന് 25,000 രൂപ വീതം പിഴ അടയ്ക്കേണ്ടുന്ന വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ഇനി അതേ മാർച്ച് തന്നെയല്ലേ MLA ഓഫീസിലേക്ക് നടത്തിയത്? പക്ഷെ ആ മാർച്ചിന് ആ വകുപ്പിട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പോലീസിന് ഇതിനകത്ത് കൃത്യമായൊരു വേർകൃത്യങ്ങളുണ്ട്. വധഭീഷണി മുഴക്കിയ ആളുകൾക്കെതിരായിട്ട് എന്ത് നടപടി സ്വീകരിച്ചു? കൊലക്കേസ് പ്രതി വധഭീഷണി മുഴക്കിയിട്ട് എന്ത് നടപടി സ്വീകരിച്ചു? അപ്പൊ അതുകൊണ്ട് പോലീസ് ചെയ്തോട്ടെ. ഞാൻ ഈ വിഷയത്തിനകത്ത് പോലീസിനെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. കാരണം ഇതൊരു വലിയ പ്രത്യയശാസ്ത്രപരമായ ഫൈറ്റാണ്. ആ പ്രത്യയശാസ്ത്രപരമായ ഫൈറ്റ് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനകത്ത് കേരള പോലീസിനെയും കൂടെ പാർട്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ കേരള പോലീസിനകത്ത് സംഘപരിവാർ വിധേയത്വമുള്ള ചില ആളുകളുണ്ട് എന്ന് നമ്മൾ എക്സ്പോസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ.